തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. വാസ്തവത്തിൽ നമ്മൾ പരിശുദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മാതാവിൻ്റെ ഏറ്റവും വലിയ തിരുനാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, അമലോത്ഭവ തിരുനാളാണ്. പക്ഷെ അതിന് ഒരു പ്രാധാന്യം ഒരിടത്തും ഇല്ല. അതൊരു സാധാരണ ദിവസം പോലെ കടന്നു പോകും, മറ്റുള്ള പല തിരുനാൾ പോലെ കടന്നു പോവുകയാണ്. വർഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാ തിരുനാളിനേക്കാളും ഏറ്റവും മഹത്വമേറിയ ഒരു ദിവസമാണ് ഈ തിരുനാൾ ദിവസം, അമലോത്ഭവം. അതായത് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം. എന്താ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ? വിശുദ്ധ കന്യാമറിയം ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചു. അവൾ ജന്മഭാവമില്ലാതെ, എന്താ ജന്മഭാവം എന്ന് പറഞ്ഞാൽ? ഔവ്വയുടെ പാപത്തിൻ്റെ കറയോ കളങ്കമോ ഇല്ലാതെ, സ്വാധീനമില്ലാതെ മറിയം ജനിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു വിശ്വാസ സത്യമായി സഭ പ്രഖ്യാപിച്ചു. 1854 ആണ്ടിൽ പോപ്പ് പയസ് 14 ആ പ്രഖ്യാപനം നടത്തിയത്. പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്. അത്തരമൊരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ എത്രയോ വലിയ ആഴമായ അറിവ് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ഉണ്ടായിരിക്കണം. പല വിശ്വാസത്തിന് വേറെയുണ്ട്. പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ മാതാവാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു സത്യം, വിശ്വാസ സത്യം. പരിശുദ്ധ മറിയം അമലോത്ഭവമാണെന്ന വിശ്വാസ സത്യം 1858 ആണ്ടിലാണ് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബർണദീത്ത എന്ന പെൺകുട്ടിയോട് മാതാവ് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. ഹല്ലേലൂയ. ഇത്ര മനോഹരമായിരിക്കുന്നു. ഹല്ലേലൂയ. 4 വർഷം മുമ്പ്, അതിന് 4 വർഷം മുമ്പാണ് പോപ്പ് 14 പയസ് 14 അത് പ്രഖ്യാപിച്ചത്. പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ്. അവൾ ജനിച്ചത് പാവമില്ലാത്തവളായിട്ടാണ്. വാസ്തവത്തിൽ ഒരു എക്സെപ്ഷനാണത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം എല്ലാ മനുഷ്യർക്കും ജന്മഭാവം ഉണ്ട്, ഇല്ലാത്ത ആരും ലോകത്ത് ജനിച്ചിട്ടില്ല. അങ്ങനെ ആയിരിക്കെ എന്തുകൊണ്ടാണ് പോപ്പ് പയസ് 14 അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? പരിശുദ്ധ മറിയത്തിന് ജന്മഭാവമില്ല, അവൾ ജന്മഭാവമില്ലാണ്ട് ജനിച്ചവളാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അന്ന് പോപ്പ് കാണിച്ചത്. അത് ഉന്നതൻ കൊടുത്ത ശക്തിയാണ്, ധൈര്യമാണ്, അറിവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധിയാണ് അത് വെളിപ്പെടുത്തുന്നത്. അവിടെ പരിശുദ്ധ മാതാവിനെ പരിശുദ്ധി വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് ബൈബിളിൽ കണ്ടെത്തി പറയാനായിട്ടില്ല, ഡയറക്റ്റായിട്ട് പറയാനായിട്ടില്ല. പക്ഷേ ഈ ഒരു വചനം വെളിപാട് പുസ്തകത്തിലെ 12 അധ്യായം 1 വചനം, യേശു തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് തടവുകാരനായിരിക്കെ ഉണ്ടായ വെളിപാടിൽ കാണാൻ ഇടവന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇത്. സ്വർഗത്തിലൊരു വലിയ അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയടയാക്കിയ ഒരു സ്ത്രീ. ഞാൻ വചനം വായിക്കുകയാണ്, വെളിപാട് 12:1, റെവലേഷൻ 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയടയാക്കിയ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. 2 അടയാളം കാണുകയാണ് സ്വർഗത്തിൽ. ഒന്നതാണ്, ഒരു സ്ത്രീയെ കാണുകയാണ്. അവൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. സൂര്യനെ വസ്ത്രമാക്കിയെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൂര്യനെ ധരിച്ചവളാണ് അവള്. അപ്പോൾ സൂര്യനെ ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സ്ത്രീ. ഈ സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് പ്രകാശം വരുന്നത്? Psalm 104:2. വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു, കൂടാരം എന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവം വസ്ത്രം എന്ന പോലെ പ്രകാശം അണിഞ്ഞിരിക്കുന്നു. എന്തായിരിക്കും എൻ്റെ അർത്ഥം? ദൈവം അത്രമാത്രം പ്രകാശിക്കുന്നു, അവിടുന്ന് പ്രകാശം പോലെ വസ്ത്രം അണിഞ്ഞെന്ന് പറയാം. അത്രമാത്രം ദൈവം പ്രകാശമാണ്. യോഹന്നാന്റെ കാര്യത്തിൽ വായിക്കുന്നു, 1 യോഹന്നാൻ 4 വായിക്കുന്നുണ്ട്, അവിടുന്ന് പ്രകാശമാണ്. അപ്പോൾ ദൈവത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രകാശമാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരു സ്ത്രീ, അവള് സൂര്യനെ ഉടയാടയാക്കിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വന്ന പ്രകാശമാണ് ആ സ്ത്രീയെ പ്രകാശിപ്പിക്കുന്നത്. അവൾ നിൽക്കുന്നത് ചന്ദ്രന്റെ മുകളിലാണ്. അവിടെ ശിരസിൽ കിരീടമുണ്ട്, അതിൽ 12 നക്ഷത്രങ്ങളുണ്ട്. നമുക്ക് ഒരു നിമിഷം തിരിച്ചു വരാം. നമ്മൾ കാണുന്ന സൂര്യൻ ഇത്രമാത്രം തീക്ഷ്ണമായിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ഇത്രമാത്രം ചൂടാണ് സൂര്യൻ്റെ പ്രകാശത്തിന്.
ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ. ആ സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്, ഇല്ലേ? സൂര്യൻ്റെ പ്രകാശം വരെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ സൂര്യൻ്റെ പ്രകാശമാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. നക്ഷത്രങ്ങളും അങ്ങനെ തന്നെ, അവരും പ്രകാശിക്കുന്നത് സൂര്യൻ പ്രകാശം ലഭിക്കുന്നതുകൊണ്ടല്ലേ, അവരെ കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം സൂര്യനാണെങ്കിൽ ആ സൂര്യന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്ന ചന്ദ്രനാണ് നമ്മുടെ കണ്ട സ്ത്രീ പരിശുദ്ധ കന്യാമറിയം. ഹല്ലേലൂയ. ദൈവമാണ് അവളെ പ്രകാശിപ്പിക്കുന്ന അർത്ഥം. ദൈവമാണ് അവളെ പ്രകാശിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധിയാണ് അവളെ പ്രകാശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സൂര്യനിലൂടെ പ്രകാശിക്കുന്ന ചന്ദ്രൻ. പക്ഷെ ഇവിടെ പറഞ്ഞു, ഈ സ്ത്രീ ധരിച്ചിരിക്കുന്നത് സൂര്യന് വെള്ള വസ്ത്രം, സൂര്യപ്രകാശം, തേജസ്സുള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ്, സൂര്യനെ ഉടയടയാക്കിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന, ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ പ്രകാശമോ അല്ല. എന്ന് പറഞ്ഞാൽ സൂര്യൻ എത്രമാത്രം ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവോ, ചന്ദ്രൻ എത്രമാത്രം സൂര്യനോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ, അതുപോലെ പരിശുദ്ധ കന്യാമറിയം ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ സഭയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആമേൻ, ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, ദ ലോർഡ് ഈസ് വിത്ത് യു, കർത്താവ് നിന്നോടുകൂടെ, ആണ്ടവർ ഉമ്മോടുകൂടെ. അറിയത്തോട് പറയാണ്, ദൈവം നിന്നോടുകൂടെ. വസ്തുതയിൽ ആ ദൂതനാണ് പറയുന്നത്. അപ്പോൾ എത്രയോ ആഴമേറിയ അർത്ഥമേറിയ വചനമാണത്. കർത്താവ് നിന്നോടുകൂടെ, സർവശക്തനായ ദൈവം നിന്നോടുകൂടെ. ആ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കൃപകളും എല്ലാ ശക്തിയും എല്ലാ സ്നേഹവും പരിശുദ്ധി സ്വഭാവവും എല്ലാം നെല്ലിൽ നിറഞ്ഞിരിക്കുന്നു. നിന്നോട് കർത്താവാണ്. അത്രമാത്രം പരിശുദ്ധ അമ്മ ദൈവമായിട്ട് ചേർന്നിരുന്നവളാണ്. അണുമറിയത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. രണ്ടാമത് നമ്മൾ കാണുകയാണ്, ഈ സ്ത്രീ നിൽക്കുന്നത് ചന്ദ്രന്റെ മുകളിലാണ്. എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ മുകളിൽ നിൽക്കുന്നത്? അവിടെ ചന്ദ്രനെ കാണിക്കുകയാണ്. നമ്മൾ ഈ മാതാവിൻ്റെ രൂപങ്ങളിൽ കാണും, എന്താണ് പറയുക, ചന്ദ്രക്കല. അതല്ല, അത് അവരുണ്ടാക്കുന്നത് ശില്പികൾക്ക് ഉണ്ടാക്കാൻ പ്രയാസം കൊണ്ടാണ്. ഒരു ഗോളം ഉണ്ടാക്കി അതിന് മുകളിൽ സ്ഥാപിക്കുക, രൂപം സ്ഥാപിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവർ എളുപ്പത്തിലാണ് ചന്ദ്രക്കല ഉണ്ടാക്കിയത്. അങ്ങനെയല്ല മാതാവിനെ കണ്ടത്. പൂർണ്ണ ചന്ദ്രനാണ്. സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്ന ഒരു പൂർണ്ണ ചന്ദ്രൻ്റെ മുകളിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ സ്ത്രീയുടെ പാദങ്ങൾ നിൽക്കുന്നത് പരിശുദ്ധിയിലാണ്, പ്രകാശത്തിലാണ്. ഹല്ലേലൂയ. അവളുടെ പാദങ്ങൾ പോലും പരിശുദ്ധമാണ്. അവൾ ഒരു ചെളിയെ തൊട്ടിട്ടില്ല. അവൾ ഒരു കളങ്കവും ഏറ്റിട്ടില്ല. അവളുടെ പാദങ്ങൾ എത്രമാത്രം പരിശുദ്ധമാണ്. അവൾ സൂര്യൻ്റെ ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് ജ്വലിക്കുന്നു, പ്രകാശിക്കുന്നു. അവളുടെ പാദങ്ങൾ അവൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലുമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു അശുദ്ധിയും പരിശുദ്ധ കന്യാമറിയത്തിൽ ഏശിയിട്ടില്ല. അവളുടെ ശരീരത്തിലുള്ള 12 കിരീടം, ആ കിരീടത്തിൽ 12 നക്ഷത്രങ്ങൾ, അത് 12 അപ്പസ്തോലന്മാരോ അല്ലെ 12 കഴിഞ്ഞു പോയ ഇസ്രായേൽ തലമുറകളോ ഗോത്രങ്ങളോ, 2 തലമുറകളെ, യേശുവിന് മുമ്പുള്ള തലമുറകളെ, യേശുവിന് ശേഷമുള്ള തലമുറകളെ മുഴുവൻ നക്ഷത്രങ്ങളായി തൻ്റെ കിരീടത്തിൽ ചൂടിയിരിക്കുകയാണ്. കാരണം അവൾ കഴിഞ്ഞ തലമുറയുടെയും വരും തലമുറയുടെയും അമ്മയാണ്, രാജ്ഞിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ പരിശുദ്ധയായ ഈ സ്ത്രീ, ഇനി ഈ സ്ത്രീ ഇത് ആരാണോ ഒരു തർക്കം ഇന്ന് നിലനിൽക്കുകയാണ്. ഇത് സഭയാണ്, ഇസ്രായേലാണെന്നൊക്കെയാണ് പഠനമുണ്ട്, വലിയ പഠനങ്ങളുണ്ട്. അനേകം നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിൽ വന്ന പഠനമാണ് ഈ സ്ത്രീ സഭയാണ്, ഇസ്രായേലാണ്. വാസ്തവത്തിൽ പരിശുദ്ധ മറിയത്തെ നിഷേധിക്കാൻ വേണ്ടി മനുഷ്യൻ കൊണ്ടുവന്നൊരു പഠനമാണിത്. ഈ പഠനം എവിടുന്നാണ് വന്നത്? ആരാ കൊണ്ടുവന്നത്? പെന്തക്കോസ്ത സഭകൾ, പ്രൊട്ടസ്റ്റന്റ് സഭകളാണ് കൊണ്ടുവന്നത്. കത്തോലിക്ക സഭയല്ല. സഭയ്ക്ക് അതിനെക്കുറിച്ച് പഠനം ഉണ്ടായില്ല കാലഘട്ടത്തിൽ. ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം കഴിഞ്ഞപ്പോഴേക്കും ആ പ്രൊട്ടസ്റ്റന്റുകാർ അവർക്ക് പരിശുദ്ധ മറിയത്തെ വേണ്ട, തള്ളിക്കളഞ്ഞവർ. അവർ ബൈബിളിലെ അനേകം പുസ്തകങ്ങൾ, ജ്ഞാനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അവർ ഉപേക്ഷിച്ചു. ഇതിലൊരു പഠനം കൊണ്ടുവന്നു. ഈ വെളിപാട് 12 വെളിപാടെന്ന് പറയുന്ന പുസ്തകങ്ങൾ മുഴുവൻ പുതിയ നിയമത്തിലുള്ളതാണ്. അത് യോഹന്നാൻ വഴി എഴുതപ്പെട്ടതായതുകൊണ്ട് അവർക്ക് കളയാൻ പറ്റില്ല. പക്ഷെ അതിന് വ്യാഖ്യാനം കൊടുത്തത് ആ സ്ത്രീ സഭയാണ്, അത് ഇസ്രായേലാണ്. ദൗർഭാഗ്യവശാൽ
കത്തോലിക്കാ സഭയിലെ പല പുരോഹിതന്മാർ, പണ്ഡിതന്മാർ അത് ഏറ്റെടുത്തു. പല പണ്ഡിതന്മാരും, നമ്മുടെ കേരളത്തിലെ പല പണ്ഡിതന്മാരും അവരും പറഞ്ഞ് പഠിപ്പിച്ചു, ഇത് സഭയാണ്, ഇസ്രായേലാണ്. ആ ഒരു വിശ്വാസത്തിലാണ് കഴിഞ്ഞ അനേകം കാലങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്പിരിറ്റ് അഭിഷേകമാണ് 1994 സ്പിരിറ്റ് അഭിഷേകമാണ് പഠിപ്പിച്ചത്. ഇത് സ്ത്രീ, ഇത് സഭയല്ല, ഇസ്രായേലല്ല, ഇത് പരിശുദ്ധ കന്യാമറിയമാണ്. അങ്ങനെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് സ്പിരിറ്റ് അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞു പോയ നാളുകളിലെ, കഴിഞ്ഞ തലമുറകളിലെ തെറ്റുപഠിപ്പിച്ചെടുത്തെല്ലാം അഭിഷേകം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് അനേകം പദ്ധതികളെ മനുഷ്യനുണ്ടാക്കിയ തെറ്റായ പഠനങ്ങൾ അത് തകർത്തപ്പോൾ ഈ സ്പിരിറ്റ് അഭിഷേകത്തിലൂടെ കർത്താവ് ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ പഠനങ്ങളെയൊക്കെ റദ്ദ് ചെയ്ത് കളഞ്ഞുകൊണ്ട് യഥാർത്ഥമായ പഠനം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഇപ്പൊ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഇത് നമ്മൾ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് അറിയാം സത്യം, ആ സ്ത്രീ കന്യാമറിയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളത് പ്രഘോഷിച്ചിത്തരം വർഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഉത്തരമാണ് ഈ കഴിഞ്ഞുപോയ മാസത്തിൽ റോമിൽ നിന്ന് ഇറക്കപ്പെട്ടതായ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള ആ മാർഗരേഖയിൽ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെളിപാട് 12 സ്ത്രീ പരിശുദ്ധ കന്യാമറിയമാണ് എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാണ് ഔദ്യോഗികമായൊരു പ്രഖ്യാപനമാണത്. ഈ പെന്തക്കോസ്ത് പഠനത്തെ സഭയിൽ നിന്ന് റദ്ദ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വാസ്തവത്തിൽ സ്പിരിറ്റിന്റെ വലിയൊരു വിജയമാണത്. അഭിഷേകം എന്ത് പഠിപ്പിച്ചുവോ ഇത് റോം കേട്ടിട്ടുണ്ടാകില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അധികാരികളുടെ മേൽ ഈ അറിവ് കൊടുത്തു. അവരത് പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഉൽപ്പത്തി 3:5 വചനം. കർത്താവ് ദൈവം പറഞ്ഞു, സർപ്പത്തോട് പറഞ്ഞു, നിനക്കും സ്ത്രീക്ക് തമ്മിൽ ശത്രു ഉളവാക്കും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ശത്രു ഉളവാക്കും. എന്നിട്ട് പറഞ്ഞു, അവൾ നിന്റെ തല തകർക്കും. ഈ അവൾ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അത് പരിശുദ്ധ മറിയമാണെന്ന് പറയാനുള്ള അടിസ്ഥാനമൊന്നും ആരും ഉണ്ടായിരുന്നില്ല അനേകം നൂറ്റാണ്ടുകളായിട്ട്. ഏതൊരു സ്ത്രീ, അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയി. അതല്ല യഥാർത്ഥമായ വാക്ക് അവനാണ് എന്ന് മനുഷ്യൻ വരുത്തി തീർത്തു. അതുകൊണ്ടാണ് സാക്ഷ്യമാണ് നമ്മുടെ ബൈബിൾ, POC ബൈബിളിൽ തന്നെ ആ വചനം അങ്ങനെയാണ്, അവൻ നിന്റെ തല തകർക്കുന്ന. അത് ആ വചനം തെറ്റായിപ്പോയി. സ്ത്രീ എങ്ങനെ തല തകർക്കുന്നത്? അത് യേശുവാണ് തല തകർക്കേണ്ടത് എന്നുള്ള ചിന്തയിലാണ്, മനുഷ്യന്റെ ബുദ്ധിയിലാണ്. ഇതിനെക്കുറിച്ച് ഒരു വചനമുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ, ദാനിയേൽ 12 4-ാമത്തെ വചനമാണ്. ദാനിയേൽ 12:4. ദാനിയേലെ അവസാന ദിവസം വരെയും വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ഒരു വലിയ രഹസ്യം. രഹസ്യം എന്താണ്? 2-ാമത്തെ വചനം പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നും പ്രകാശിക്കും. ദാനിയേൽ അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് വെളിപ്പെടുത്തിയത്. അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്നത്, ഭൂമിയിലെ പൂഴി ഉറങ്ങുന്നവർ ഉണരും, അവരെഴുന്നേറ്റ് വരും, അവർക്ക് രക്ഷയുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ദാനിയേൽ കിട്ടി. അപ്പൊ ദാനിയേലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ദൂതനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൂതൻ പറഞ്ഞു, നീ നിന്റെ വഴിക്ക് പോവുക, അടച്ച് മുദ്ര വയ്ക്കുക. നിന്നോട് കാണിച്ചു തന്നെല്ലാം നീ ഇപ്പോൾ മുദ്ര വയ്ക്കുക, ഒന്നും പുറത്തു വിടാൻ പാടില്ല. അതെല്ലാം സീൽ ചെയ്യപ്പെട്ടു. അനേകം നൂറ്റാണ്ടുകളാണ് അത് സീൽ ചെയ്യപ്പെട്ടത്. അപ്പൊ ദൂതൻ പറയാണ്, ഇത് മുദ്ര വയ്ക്കപ്പെട്ടതിനാൽ ഓരോ വചനം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് ഗ്രഹിക്കാൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യും? അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കും, അറിവ് വർദ്ധിക്കുകയും ചെയ്യും. എന്തറിവ് വർദ്ധിക്കുന്നത്? ലോകത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ അറിവല്ല. കാരണം വചനം മുദ്ര വയ്ക്കപ്പെട്ട വചനമാണ്. ഒരു വചനത്തിന് മുദ്ര വയ്ക്കപ്പെട്ടു. നമ്മൾ കാണുന്ന 1 പത്രോസ് 3:19 വചനം,
യേശുവിനെ കുറിച്ച് പറയും, യേശു അവൻ ആത്മാവിൽ കടന്നു ചെന്ന് ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. ഇത് മുദ്ര വയ്ക്കപ്പെട്ട വചനമാണ്. 1 പത്രോസ് 4:6 വചനം. എന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ഇതൊന്നും ആരും പ്രസംഗിക്കുന്ന വചനങ്ങൾ ഇന്നും പ്രസംഗിക്കാറുണ്ടോ? ഇതെല്ലാം മുദ്ര വയ്ക്കപ്പെട്ട വചനങ്ങളാണ്. ഒത്തിരിയേറെ വചനങ്ങൾ ബൈബിളിലുണ്ട് മുദ്ര വയ്ക്കപ്പെട്ടത്. എന്നാൽ പരിശുദ്ധാത്മ അഭിഷേകം സ്പിരിറ്റ് ഒരു അധ്യാപനം പോലെ പഠിപ്പിച്ചു. ഇറ്റ് ഈസ് അബൌട്ട് ദ ലോസ്റ്റ് സോൾസ് ഹു ആർ ഇൻ ഹെൽ. നരകത്തിൽ പോയ ആത്മാക്കളാണ് ഇവരെന്ന് അഭിഷേകമാണ് പഠിപ്പിച്ചത്. ഇത് മനുഷ്യ പടങ്ങളൊന്നുമല്ല. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ വചനത്തിന്റെ അർത്ഥം തേടി നടന്നു. അവര് ലോകത്തിന് അറിവ് കിട്ടി. അവരുടെ ബുദ്ധിയിലെ അന്ധകാരം കൊടുത്ത അറിവുകൾ വെച്ചുകൊണ്ട് അനേക ഗ്രന്ഥങ്ങൾ ചമച്ചു. അത് ദൈവത്തിൻ്റെതാണ് മനുഷ്യനെ വിചാരിച്ചു. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ലോകത്തിലെ മനുഷ്യൻ്റെ പുസ്തകം റെഫർ ചെയ്യരുത് എന്ന്. ഞാൻ ഈ ചില പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ ഞാൻ എടുത്തു പഠിച്ചു. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന് എനിക്കൂടെ ഒരു ബോധ്യം ഉറപ്പ് വേണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചില പണ്ഡിതന്മാരുടെ പുസ്തകം പഠിച്ചപ്പോഴാണ് കണ്ടത്, ഒരു വലിയ പണ്ഡിതൻ, അത് ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, ലോകത്തിൻ്റെ അറിവാണ്, ലോകത്തിൻ്റെ വിജ്ഞാനമാണ് അത്. അദ്ദേഹം ഇവിടെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ വെളിപാട് 12 സ്ത്രീ അത് ഇസ്രായേലാണ്, സഭയാണ്. അത് പെന്തക്കോസ്ത പഠനമാണ്. അത് അദ്ദേഹം അതങ്ങനെ പകർത്തി വെച്ചു അവിടെ. വസ്തുത ഭയങ്കര ദൗർഭാഗ്യമാണ്. ഉൽപ്പത്തി 3:15 പറഞ്ഞ വചനം, അവൾ നിന്നെ തല തുറക്കുമെന്ന വചനം, അതാണ് ഗ്രീക്ക് ഹീബ്രു ഭാഷയിൽ നിന്നും ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ വിശുദ്ധ ജെറോം ആണ് ചെയ്തത്. അത് പോപ്പിന്റെ നിർദ്ദേശപ്രകാരം 4-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം അത് ലാറ്റിനിലേക്ക് ലത്തീൻ ഭാഷ വിവർത്തനം ചെയ്തപ്പോൾ അതിലെഴുതിയിരുന്നത് അവൾ എന്നാണ്. അവൾ നിന്റെ ഷീ വിൽ ക്രഷ്, നിന്റെ തല തുറക്കുമെന്നാണ്. അതുകൊണ്ടാണ് എല്ലാ ലാറ്റിൻ വിവർത്തനം ഇംഗ്ലീഷിൽ വന്നപ്പോൾ അതിലെല്ലാം കിടക്കുന്നത് അവൾ എന്നാണ്. പക്ഷെ നമ്മുടെ POC ബൈബിള്, RSCB ബൈബിള്, ഇവിടെ എല്ലാം കിടക്കുന്നത് അവൻ എന്നാണ്. അത് പെന്തക്കോസ്ത ബൈബിളും അങ്ങനെ തന്നെയാണ്. അവർ അവനാക്കി. കാരണം അവൾക്ക് പ്രസക്തിയില്ല ഇവിടെ. അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാനതാ പറഞ്ഞത്, അവർ ബുദ്ധിയിലെ അറിവ് കൊണ്ട്. എന്താണ് ഈ ബുദ്ധിയിലെ അറിവെന്ന് പറയുന്നത്? അന്ധകാരത്തിൻ്റെ സ്വാധീനമുള്ള അറിവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത അറിവല്ലത് അനേകം കാര്യങ്ങൾ. അപ്പോൾ തെറ്റായ അറിവാണ് ഇവർ പകർന്നു കൊടുത്തത്. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യർ പഠിപ്പിച്ചതും. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3:15 അവൻ നിന്റെ തല തുറന്ന് എഴുതി വെച്ചതും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുന്ന അവിടെ പറയപ്പെട്ടതും. തമ്പുരാനായ കർത്താവായ യേശുവിൻ്റെ കുതികാലിൽ പിശാചിനെ പരിക്കേൽപ്പിക്കാൻ ദൈവം അനുവാദം കൊടുത്തു പോലും. ഇത്ര ദൗർഭാഗ്യ വാസ്തവത്തിൽ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഒരു പിശാചും കുതികാലിൽ പരിക്കേൽപ്പിച്ചിട്ടല്ല. യേശു ക്രൂശിൽ മരിക്കുക എന്നുള്ളത് ആരുടെ നിശ്ചയമാണ്? പിതാവിൻ്റെ നിശ്ചയമാണ്. ശരിയല്ലേ? അത് പിതാവിൻ്റെ പദ്ധതിയാണ്. അതൊരിക്കലും പിശാച് പരിക്കേൽപ്പിച്ചിട്ടല്ല. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുമ്പോൾ പഠിച്ചിരുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ പുത്രനായ യേശുവിൻ്റെ കാലിൽ പരിക്കേൽപ്പിക്കാൻ ദൈവം സാത്താൻ അനുവാദം കൊടുത്തു പോലും. അതൊക്കെ പിശാചിന് കൊടുത്ത അനുവാദമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിലാണ് വന്നിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം, സ്പിരിറ്റിൻ്റെ അഭിഷേകം അതിനെല്ലാം തിരുത്തി നമ്മളെ പഠിപ്പിച്ചു. ഞാനിത് വീണ്ടും പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ ദൈവം അവലോകന തിരുനാൾ ദിവസത്തിൽ ഇത് സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും ഇത് കേൾക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശിഷ്ടപ്രപഞ്ചത്തിൽ ലോകത്തിന് അതിലൂടെ കേൾക്കപ്പെടുന്നുള്ളതുകൊണ്ടാണ് ഇത് പ്രഘോഷിക്കപ്പെടുന്നത്. നമ്മളിവിടെ ഞാൻ പണ്ടോട് പറയും, ഇത് കേന്ദ്രമാണ്. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന അനേക കാര്യങ്ങൾ അങ്ങ് ലോകത്തിന് അതിരുകൾ വരെ പോകും. ഇത് സഭയുടെ ഉന്നത ശ്രേണികൾ വരെ കടന്നു പോകും. ഇത് സഭയുടെ പോപ്പിൻ്റെ മേലും മെത്രാന്മാർ, കർദിനാളുമാർ, സഭയുടെ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ എല്ലായിടത്തും ഈ വചനം കടന്ന് ചെല്ലുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കാരണം കർത്താവ് നൽകിയ അഭിഷേകം കൊണ്ടാണ്. സഭയുടെ മേൽ അധികാരമാണ് പത്രോസിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. അവർ അഭിഷേകത്തിൻ്റെ അധികാരം സഭയുടെ മേൽ വെച്ചിട്ടുണ്ട്. കർത്താവിനെ വിളിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ സഭയിലെ പുരോഹിതന്മാരുടെ മേലും എല്ലാത്തിൻ്റെ മേലും ഈ അഭിഷേകത്തിന് അധികാര ശക്തിയുണ്ട്. അതുകൊണ്ട് ഇത് സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി ചെല്ലും, വചനം കടന്ന് ചെല്ലും, ചൂടിനിറങ്ങും, അവിടെ മാറ്റങ്ങൾ വരുത്തും. ഹല്ലേലൂയ. അപ്പം അതാണ് നമ്മൾ കണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞത്, ഈ ഇറങ്ങിയ ഈ കരട് രേഖയിൽ അത് സ്ത്രീ മറിയമാണ്. ഇതുപോലെ 33:15 സ്ത്രീ പോലും
അത് പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ തലമുറയിൽ ഇതൊക്കെ വെളിപ്പെടുത്തി വന്നു. ഇത് പരിശുദ്ധ കന്യാമറിയമാണ്. ഇപ്പോൾ കഴിഞ്ഞുപോയ തലമുറകളിൽ ഒരു തെറ്റായ പഠനം ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടു. നിങ്ങൾ അറിയണം, ജ്ഞാനത്തിന് യാതൊരു സ്ഥാനവും കൊടുത്തില്ല, ലോകത്ത് കൊടുത്തില്ല. ജ്ഞാനം ആരാണെന്ന് പോലും മനുഷ്യന് അറിയില്ല. അത് കേവലം അറിവ് മാത്രമാണ് ജ്ഞാനം എന്നുള്ളതാണ് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പരിശുദ്ധ മറിയമാണ് ജ്ഞാനമെന്ന് സ്വീഡിഷ് പഠിപ്പിച്ചു. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനുള്ള അടിസ്ഥാന വചനങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷെ ലോകത്തിനൊന്നും ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. ഒരു വചനപ്രഘോഷൻ പുരോഗതിന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ അദ്ദേഹം ഈ പോപ്പിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ മറിയം സഹരക്ഷയല്ല മധ്യസ്ഥയല്ല എന്ന ചാനലുകാർ വ്യാഖ്യാനിച്ച ആ പ്രശ്നം വന്ന സമയത്ത് ഒരു പുരോഗതിന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേട്ടു. യൂട്യൂബിൽ കണ്ടതാണ്. കേരളത്തിലൊരു കൂട്ടരുണ്ട്. അവർ പറയുന്നു മറിയം പരിശുദ്ധ മറിയം ജ്ഞാനമാണെന്ന് അവർ പഠിപ്പിക്കുന്നു. അത് പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്? ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ ആൾക്കാരൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ വാസ്തവത്തിൽ അറിവില്ലായ്മയാണ്. പക്ഷെ ഞാൻ അഭിമാനിക്കുകയാണ്. ഈ ഒരു സമ്പത്ത്, ഈ ഒരു നിധി അറിയാൻ പറ്റിയതിന്, വെളിപ്പെട്ട് കിട്ടിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന് അജ്ഞാതമായൊരു വലിയൊരു അറിവ് ദൈവം തന്നു. അത് നമ്മുടെ ശക്തി അതാണ്. ഈ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ പിശാചിന് തലയെ തകർക്കാൻ സാധിക്കുമെന്നുള്ള അറിവ്, അതെനിക്ക് ശക്തിയും എനിക്ക് ബലവും എൻ്റെ കരുത്തുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ബന്ധിക്കാം, ബഹിഷ്കരിക്കാം. പക്ഷെ അവനെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയും അധികാരം ലോകത്തിൽ ആരിലും ഇല്ല. ഇറ്റ്സ് ഓൺലി ഇൻ സ്പിരിറ്റ് ഇൻ ജീസസ്. ആ സ്പിരിറ്റിന് മാത്രമേ ഉള്ളൂ ആ ശക്തി. അത് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലകളിലൂടെ മറിയത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ അത് അഗ്നിയായി അശുദ്ധാത്മാക്കളുടെ മേൽ വീഴുന്നു. അശുദ്ധാത്മാക്കൾ മനഃശാന്തരപ്പെടുന്നു. പിശാച് ശക്തി വരെ വിട്ടുപോകുന്നു. അവൻ നിന്റെ തല തുറക്കുമെന്ന ദൈവത്തിന്റെ വചനം അവിടെ മാംസം ധരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നഷ്ടപ്പെട്ട ആത്മാക്കൾ സ്വതന്ത്രരാക്കപ്പെടുകയാണ് ഓരോ ജപമാലയിലൂടെ. അവൾ തന്നെ തല തുറക്കുമെന്ന ദൈവത്തിന്റെ ആ പ്രവചനം സംഭവിക്കുന്നവരുടെ നമ്മൾ അർപ്പിക്കുന്ന ജപമാലയിലൂടെ തന്നെയാണ്. ഹല്ലേലൂയ. കാരണം അതെല്ലാം വചനത്തിൽ നമ്മൾ മറിയത്തെ സ്തുതിക്കുകയാണ്. അത് തീയാണ്, അഗ്നിയാണത്. അത് നമ്മൾ ആത്മാക്കളോട് പ്രാർത്ഥിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ ആത്മാവിൻ്റെ മേലുള്ള പിശാചിൻ്റെ സാത്താൻ്റെ സ്വാധീനങ്ങൾ തകർക്കപ്പെട്ട് അശുദ്ധാത്മാക്കൾ സ്വതന്ത്രരാക്കപ്പെടുന്നു. അവർക്ക് രക്ഷ ലഭിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ജപമാല എന്ന ആയുധം അതൊരു കീ ആണത്. തുറക്കാനുള്ള കീ. ശത്രുവിനെ ലോകം നശിപ്പിക്കുന്ന തകർക്കുന്ന ഒരു കീ ആണത് ജപമാല. അതിലൂടെ അവരുടെ തല തകർക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്ന ഒരു അധികാരമാണത്. ഏത്? പിശാചുകളുടെ മേലുള്ള വിജയം. ഹല്ലേലൂയ. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ അധികാരമാണ്. നാം അർപ്പിക്കുന്ന ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ അല്ല നമ്മുടെ ജപമാലകൾ. നിങ്ങൾ അഭിഷേകത്തിൽ ആയിരുന്നുകൊണ്ട് അർപ്പിക്കുന്ന ജപമാലയ്ക്ക് വലിയ ശക്തിയുണ്ട്. അത് സാത്താനെ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. താൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. താൻ അഗ്നി നിറങ്ങളെ കത്തിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എഴുന്നേറ്റ് താൻ സ്തുതിക്കുക. ടൊപ്പറ ശബ്ദലോബോ ഊറൽ ഹംദറു കബുറഹോ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 33:15 വചനത്തിൽ പറഞ്ഞിട്ടുള്ള വീണ്ടും ആവർത്തിക്കുകയാണ്. ആ വചനം അതിന് യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണ്: ഷീ വിൽ ക്രഷ് യുവർ ഹെഡ്. അവൾ നിന്റെ തല തകർക്കും. നീ അവളുടെ കുതികാലിന് വേണ്ടി പതിയിരിക്കും. നീ അവളുടെ കുതികാലിന് വേണ്ടി പതിയിരിക്കും. അതല്ലാതെ അവൻ നിന്റെ കുതികാൽ പരിഹരിപ്പിക്കുന്നതല്ല. ഇറ്റ്സ് റോങ്. തെറ്റാണ്. 1500 ആണ്ടിൽ സഭ രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞപ്പോൾ കത്തോലിക്കാ സഭയിലെ ചില ആളുകൾ, ചില പ്രൊഫസർമാർ, അവർ കൂടിക്കൊണ്ട് ഒരു പുതിയ ബൈബിൾ ഉണ്ടാക്കി. ഇംഗ്ലീഷിൽ, ലത്തീൻ ഭാഷയിൽ അവർ ഇംഗ്ലീഷിലേക്ക് മാറ്റി. ഈ ഗ്രീക്കും ഹീബ്രു എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ പുതിയ ബൈബിൾ ഇംഗ്ലീഷിൽ ഇറങ്ങി ആദ്യമായിട്ട്. അതാണ് ഡിവൈൻ റീംസ് ബൈബിൾ എന്ന് പറയുക.
ആ ബൈബിളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൊടുത്തിരിക്കുകയാണ്, ഷി വിൽ ക്രഷ് യുവർ ഹെഡ്. നീ അവളുടെ കുതികാലം അവിടെ കാത്തു കിടക്കും. പതിയിരിക്കുന്നതാണ്, പതിയിരിക്കും. പക്ഷെ അത് അവൻ്റെ തല തകർക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ്റെ തല തകർക്കപ്പെടാൻ വേണ്ടിയാണ് അവൻ കാത്തു കിടക്കുന്നത്, അല്ല കുതികാൽ പരിക്കേൽപ്പിക്കാനിട്ടല്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവേ മരിയ. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ അധികാരം, ജ്ഞാനത്തിൻ്റെ ശക്തി മരിയത്തിലൂടെ ലോകമെല്ലാം സ്ഥാപിക്കപ്പെടുമാറാകട്ടെ. ശത്രുവിൻ്റെ സാമ്രാജ്യങ്ങൾ തകരട്ടെ. അവന്റെ വ്യാമോഹങ്ങൾ തകരട്ടെ. അവന്റെ പഠനങ്ങൾ നിർവീര്യമായി പോകട്ടെ. അത് റദ്ദു ചെയ്യപ്പെടട്ടെ, ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. സത്യമായ വചനങ്ങൾ കടന്നു വരട്ടെ, സത്യമായ പഠനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഇരുന്നുകൊള്ളുക. അപ്പോൾ ഈ ആരംഭത്തിൽ തന്നെ ആ സ്ത്രീ ആരാണെന്ന് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. തിരിച്ചു വരാം. വെളിപാട് 12 നമ്മൾ കേട്ട വചനം. വെളിപാട് 12 വചനത്തിൽ സൂര്യൻ ഒടിയാടെയൊക്കെ ഒരു സ്ത്രീ, ഈ സ്ത്രീ ആരാണെന്നുള്ളതിൻ്റെ ഉത്തരമാണ് 5-ാമത്തെ വചനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് വെളിപാട് 12:5 വചനം, അവർ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ധനുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനം അടുക്കലേക്ക് സംവഹിക്കപ്പെട്ടു. അവളുടെ ആൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അപ്പോൾ ആ സ്ത്രീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ആൺകുട്ടിക്ക് അധികാരമുണ്ട് സകല ജനപദങ്ങളുടെ മേലും. എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ദണ്ടിൻ്റെ അധികാരം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ആധിപത്യം. അതാണ് അധികാരം. ആ ഇരുമ്പ് ദണ്ടെന്ന് പറയുന്നത് തകർക്കാനുള്ള ശക്തി, കീഴ്പ്പെടുത്താനുള്ള അധികാരമുണ്ട്. അപ്പം അങ്ങനെയുള്ള അധികാരമുള്ള ശിശുവിനെ അവൾ പ്രസവിച്ചു. ആ ശിശു ആരാണ് നമുക്കറിയാം? യേശുക്രിസ്തുവാണ്, അല്ലേ? യേശുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ ശിശുവിനെ അവൾ പ്രസവിച്ചത്. അപ്പോൾ ആ ശിശുവിന് ജന്മം കൊടുത്ത സ്ത്രീ ആരായിരിക്കും? ഇവിടെ വ്യക്തമാണ്. ആരാണ്? പരിശുദ്ധ കന്യാമറിയമാണ്. ഹല്ലേലൂയ. അപ്പോൾ വെളിപാട് 12:1 കാണപ്പെടുന്ന സ്ത്രീ പരിശുദ്ധ കന്യാമറിയമാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യം. ആ വചനവും ഈ കരട് രേഖയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ 5-ാമത്തെ വചനം, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച വചനങ്ങളാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുകയാണ്. അതിൻ്റെ തെളിവായിട്ട് 12:1 സ്ത്രീ ആരാണ് തെളിവായിട്ട് 12:5 പറഞ്ഞിരിക്കുന്നു. ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു, അത് യേശുക്രിസ്തു ആണ്. അതുകൊണ്ട് ആ സ്ത്രീ മറിയമാണെന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ. ഹല്ലേലൂയ. നോക്കണമേ, ദുഷ്ടൻ പിശാച് കൊണ്ടുവന്ന പക്ഷെ അമ്മയ്ക്കെതിരെയുള്ള പഠനങ്ങളെ ഇതാ ഇപ്പോൾ സ്വർഗം കാൽക്കീഴില് ചവിട്ടി മെതിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. നമ്മുടെ വിജയമാണത്, അഭിഷേകത്തിൻ്റെ വിജയമാണത്. ഹല്ലേലൂയ. നമ്മുടെ ഫൈറ്റിന്, നമ്മുടെ യുദ്ധത്തിന് ഉത്തരമുണ്ടായി. ഹല്ലേലൂയ. പിന്നെ അടുത്തൊരു വചനം കൂടി പറഞ്ഞിട്ടുണ്ട്, ചേർന്ന വചനമാണ്. അവിടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനം അടുക്കിലേക്ക് സംഭവിക്കപ്പെട്ടു. ഇത് ഞാൻ ഒരു ഓഡിയോ ഇട്ടിരുന്നു, സഹരക്ഷകയും മധ്യസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു സഹോദരൻ ഒരു നീണ്ട കമൻ്റ് ഇട്ടിരുന്നു. അത് കുറച്ച് നമ്മൾ മാറ്റി പിന്നെ അത് പിൻവലിച്ചു. അവരതിനെ പിൻവലിച്ചു. അപ്പം അതിനകത്ത് അതെനിക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പം അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യമാണ് ഇട്ടിരിക്കുന്നത്, സഹോദരൻ ഇട്ടിരിക്കുന്നത്. ഈ വചനം, അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനം അടുക്കിലേക്ക് സംഭവിക്കപ്പെട്ടു. ആ മനുഷ്യന് അറിയില്ല, ഞാൻ അവിടെ പറയുകയാണ്, അതൊക്കെ മനസ്സിലായിട്ട് അർത്ഥം മനസ്സിലായിട്ടില്ല. ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞ വചനം തന്നെയാണ്. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനം അടുക്കിലേക്ക് എടുക്കപ്പെട്ടു.
അതായത് യേശു ക്രിസ്തു, ഈ സ്ത്രീ പ്രസവിച്ച ശിശു, ആ ശിശു വളർന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾ ഇവിടെ പൂർത്തിയാക്കി, കുരിശിൽ മരിച്ചു, ആത്മാക്കൾ നരകത്തിലേക്ക് പോയി, ആത്മാക്കൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, മരിച്ചു ഉത്ഥാനം ചെയ്തു, സ്വർഗ്ഗാരോഹണം സ്വർഗത്തിലേക്ക് കടന്നുപോയി. ഇതെല്ലാം ഈ വചനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവിടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനം അടുക്കിലേക്ക് സംവഹിക്കപ്പെട്ടു. അത് സംഭവിച്ച കാര്യം നമ്മൾ പറയുന്ന വിശ്വാസപ്രമാണം പറയുന്നുണ്ട്. മരിച്ചത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയിലെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുരുഷനായിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ സംശയം മനസ്സിലാക്കിയിട്ടില്ല, അദ്ദേഹം അതിനെ വിമർശിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യന് അറിവില്ല, ക്ലാരിഫിക്കേഷൻ ഇല്ല, ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്. വളരെ വ്യക്തമാണ്, 100%, 100% ഇത് സത്യമാണ്. ഇപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കുക 100% സത്യം എന്ന് പറയാനായിട്ട്. ഞാൻ വിചാരിക്കും കുറേ ഇത് കേൾക്കുന്ന അന്യഭാഷക്കാരുണ്ട്, അന്യഭാഷക്കാർ ഇത് കേൾക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവർക്കെല്ലാം ഉറപ്പ് കൊടുക്കുകയാണ്. ഈ എതിരായി പഠിപ്പിച്ച് പക്ഷെ അമ്മയ്ക്കെതിരെ പഠിപ്പിച്ച് നഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടിട്ടില്ലാത്ത അനേകം ആത്മാക്കളുണ്ട്. അവർക്കത് കേൾക്കണം, അവർക്കത് കേൾക്കണം. അവർ പഠിപ്പിച്ചത് തെറ്റാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു 100% ഇല്ല, 100% ഇതാണ് സത്യം. ഈ സ്ത്രീ പരിശുദ്ധ കന്യക മറിയമാണ്. കാരണം അവൾ അമലോത്ഭവയാണ്, പാവമില്ലാതെ ജനിച്ചവളാണ് അവള്. അവൾ പാവമില്ലാതെ കളങ്കമില്ലാതെ ജീവിച്ചവളാണ് അവള്, പരിശുദ്ധിയായ കന്യക മറിയം. അപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റവും അധികമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണിത്, വെളിപാട് 12 വചനം. അതിൻ്റെ അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് പരിശുദ്ധ മറിയം ജ്ഞാനമാണ് എന്നുള്ള നമ്മുടെ അറിവ്, നമ്മുടെ പഠനങ്ങൾ വസ്തുതയിൽ നമ്മൾ പഠിപ്പിച്ച അതിൻ്റെ ഉത്തരമാണ് 1858 പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, വിശുദ്ധ ഭരണത്തേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവയാണ് പറഞ്ഞത്. ഇപ്പം സഭ പറയാണ് പരിശുദ്ധ കന്യാമറിയം അന്ന എന്ന അവളുടെ മാതൃഗർഭത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ പാവമില്ല എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമായിട്ട് ഒന്നും പ്രൂവ് ചെയ്യാനായിട്ടില്ല. മനസ്സിലായോ? കാരണം എല്ലാ മനുഷ്യരും ജനിച്ചത് പാപത്തിലാണ് ജനിച്ചത്, അല്ലേ? അപ്പോൾ പരിശുദ്ധ മറിയം മാത്രം അങ്ങനെ പാപത്തിൽ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ബി പ്രൂവ് ദാറ്റ്? ഒക്കെ എന്നെ തെളിയിക്കാൻ പറ്റും. ഒരു തെളിവ് വേണമല്ലോ, അതിനൊരു അടിസ്ഥാനം വേണമല്ലോ. സോ പ്രഖ്യാപിച്ചു, ഓക്കെ, സത്യമാണത്. പക്ഷെ അതിനുള്ള തെളിവ് എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം പാപമില്ലാതെ പരിശുദ്ധയായി അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടത് എന്നൊരു ഉത്തരമാണ് സ്പിരിച്വലിലൂടെ പഠിപ്പിക്കപ്പെട്ട മറിയം. മറിയം ജ്ഞാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവളാണെന്നുള്ള അറിവും പഠനവും, ഹല്ലേലൂയ, അതിനെ ഉറപ്പിക്കുകയാണ്. മറിയത്തിൻ്റെ അമലോത്ഭവത്തെ ഉറപ്പിക്കുകയാണത്. പക്ഷേ കന്യാമറിയം ലോകത്തെ സ്ത്രീയല്ല എന്നും അവൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവളാണ്. അവൾ അന്യയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടു, കളങ്കമില്ലാതെ പാവമില്ലാതെ. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല, മലിനം ഒന്നും അവളിൽ പ്രവേശനമില്ല. ജ്ഞാനം 7, 25, 24, 26, 30 വചനങ്ങളാണ് ഇതെല്ലാം. ജ്ഞാനത്തിൽ തിന്മ ബലപ്പെടുകയില്ല, ഒരു മാലിന്യം അവളിൽ പ്രവേശിക്കത്തില്ല. അങ്ങനെ ജ്ഞാനം, പരിശുദ്ധിയുടെ അഗ്നിയായ ജ്ഞാനം അന്നയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടു, ഒരു കളങ്കവും അവളിൽ പ്രവേശിച്ചില്ല. കാരണം ജ്ഞാനത്തിന് ഒരു തിന്മയും ബലപ്പെടുകയില്ല. അതുകൊണ്ട് അയക്കപ്പെട്ട ജ്ഞാനം അത്രമാത്രം ജ്ഞാനം ശക്തമായതുകൊണ്ട് അന്നയിലൂടെ തലമുറയുടെ ഒരു പാപമോ ശാപമോ ഒന്നും പരിശുദ്ധ അമ്മയിലേക്ക്, പരിശുദ്ധ മറിയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അവൾ പരിശുദ്ധിയുടെ തികവിലെ പൂർണ്ണതയിലാണ് ആ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടതും ജനിച്ചതും വളർന്നതും കന്യകയായിട്ട് ജീവിച്ചതും. ഈ അവസാന കാലം വരെയും അവൾ കന്യകയായിട്ട് ജീവിച്ചു. എടുക്കപ്പെടുന്നവരുടെ കന്യകയാണ് അവള്, നിത്യ കന്യകയാണ് വിശുദ്ധ കന്യക മറിയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ള സഭകൾ വളരെ വളരെ മോശമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 25 വചനമാണ്. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല, അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. അപ്പോൾ ഈ വചനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു. ശിശുവിനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 31 മുതലുള്ള വചനം, 31 മുതൽ 33 വരെയുള്ള വചനം,
അത് മനസ്സിലാക്കണം. ഞാൻ ആദ്യം 29 വായിക്കുകയാണ്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവശിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശിക്കുന്ന നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ ആരാണ്? യേശുവുമായുള്ള ബന്ധം എന്താണ്? യോഹന്നാൻ പറയും, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. യോഹന്നാൻ ആരാണ്? യേശുവുമായുള്ള ബന്ധം എന്താണ്? യോഹന്നാൻ്റെ അമ്മ എലിസബത്തിൻ്റെ സഹോദരിയുടെ മകളാണ് പരിശുദ്ധ മറിയം. ആ പരിശുദ്ധ മറിയത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. ഒരു ബന്ധുക്കളാണ്. എലിസബത്ത് അമ്മയുടെ സഹോദരിയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമ്മ. യേശുവും യോഹന്നാനുമായി 6 മാസം വ്യത്യാസമുള്ളൂ, പ്രായ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ യോഹന്നാൻ പറയാണ്, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം. രണ്ടുപേരും കളിക്കൂട്ടുകാരായി ചെറുപ്പത്തിൽ ഒന്നിച്ച് ജീവിച്ചവരാണ്, ഒന്നിച്ച് വളർന്നവരാണ്. എന്നിട്ട് യോഹന്നാൻ പറയാണ്, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. എന്താണ് എൻ്റെ അർത്ഥം? അവൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മനസ്സിലായോ? അവൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്നിച്ചുങ്ങൾ വളർന്നവരാണ്, കളിക്കൂട്ടുകാരായിരുന്നു. പക്ഷെ ഇവൻ ആരെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകിയപ്പോൾ എന്നോട് എന്നെ അയച്ചവൻ പറഞ്ഞു, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാപരൂപത്തിൽ വന്ന് വസിക്കുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവോട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ പറയാണ്, ഞാനവനെ അറിഞ്ഞിരുന്നില്ല. വീണ്ടും 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 32-ാമത്തെ വചനത്തിലും ഞാനവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവശ്യിക്കുന്ന നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവോട് സ്നാനം നൽകുന്നവൻ. ഞാനത് കാണുകയും ഇവൻ ദൈവത്തോട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ സ്നാനം കൊടുത്ത നിമിഷത്തിൽ യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് ആവശ്യിക്കുന്നത് കണ്ടപ്പോഴാണ് യോഹന്നാൻ തിരിച്ചറിയുന്നത്. എന്ത് തിരിച്ചറിഞ്ഞത്? ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, കൂടെ നടന്നവർ ആരാണെന്ന് മനസ്സിലായില്ല. ഇത്രയും വർഷമായിട്ട് കൂടെ നടന്നവരെ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ദൈവം കൊടുത്ത ഒരടയാളം പറഞ്ഞിരുന്നു, ഒരാളുണ്ട്, ഒരാൾ വരും, നീ വെള്ളം കൊണ്ട് സ്നാനം കൊടുക്കുമ്പോൾ അവനവൻ സ്വർഗത്തിലും പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ വന്ന് വസിക്കും. അവനാണ് പരിശുദ്ധാത്മാവോട് സ്നാനം കൊടുക്കാൻ പോകുന്നവൻ. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇത് യോഹന്നാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു ദിവസം യേശു വരുന്നത്, സ്നാനപ്പെടുത്തുന്നു. യോഹന്നാൻ കാണുകയാണ് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചു. നോർത്ത് നോക്കിയ യോഹന്നാൻ്റെ അവസ്ഥ എന്താ? കൂടെ വളർന്നവൻ, കൂടെ നിന്നവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അറിയുന്നത്. അതാണ് നമ്മൾ വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടത്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിശുവിനെ പ്രസവിക്കുന്നവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവിടെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന വാക്കിൻ്റെ അർത്ഥം അവളുമായിട്ടൊരു ബന്ധമുണ്ടായെന്ന് അർത്ഥമല്ല, മറിച്ച് അവൾ ആരാണെന്ന്, മറിയം ആരാണെന്ന് യോസഫ് അറിഞ്ഞിരുന്നില്ല. എപ്പോഴറിഞ്ഞെന്നറിയാമോ? ശിശു ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നോർത്ത് നോക്കിയേ, കല്യാണം കഴിച്ചു, അവളെ സ്വീകരിച്ചു. ഇതാ പേരെഴുതിക്കാൻ വേണ്ടി ബേത്ലഹേമിലേക്ക് പോകുന്നു. ചെന്നപ്പോൾ ഒരിടത്ത് സ്ഥലമില്ല, ആരും കയറ്റാൻ തയ്യാറായില്ല, ആരും ഇടം കൊടുത്തില്ല, വഴി അടയ്ക്കപ്പെട്ടു. അവസാനം ഒരു കാര്യത്തൊഴുത്തിൽ അവിടെ പോയി കുഞ്ഞിനെ പ്രസവിക്കേണ്ടി പോന്നു. നോർത്ത് നോക്കി ജോസഫിൻ്റെ അവസ്ഥ. എന്തൊരു ദുരിതമാണ് സംഭവിച്ചത്! ആർക്കും സംഭവിക്കാത്തൊരു ദുരന്തം. ഒരു കാര്യത്തൊഴുത്തിൽ പോയി പ്രസവിക്കേണ്ടി വരിക. ഒരു ലോകത്തിലെ മനുഷ്യനായിരുന്നെങ്കിൽ എന്ത് പറയും? വാക്കുകൾ എന്നോട് പറയുന്നില്ല.
അത്രമാത്രം ഭാര്യയെ പലിശയ്ക്ക് ചിന്തകൊണ്ടെങ്കിലും ഇല്ലേ ഇങ്ങനത്തെ ദുരിതം ഉണ്ടായല്ലോ. ശിശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫ് ചിന്തിച്ചതല്ല ഞാൻ പറഞ്ഞത്. ജോസഫ് നീതിമാനായിരുന്നു, വിശുദ്ധനായിരുന്നു. അവനത് സ്വീകരിച്ചു. ജോസഫിനെ കുറിച്ച് പരാതി പോലും ഉണ്ടായില്ല. പക്ഷേ ഈ ശിശു ജനിച്ചു കഴിഞ്ഞ സമയത്താണ്, ആ രാത്രിയിലുണ്ട് കുറെ ആൾക്കാർ വരുന്നു. ആരാ വന്നത്? ആട്ടിടയന്മാര് കുറെ പേര് വരികയാണ്. ചോദിക്കുകയാണ്, എവിടെയാണ് ശിശു? സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ മാലാഖമാര് ദൂതന്മാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ബെത്ലഹേമില് ഇതാ ഒരു ശിശുവിനെ നിങ്ങൾ കാണും, കാര്യത്തോടുത്ത ശിശുവിനെ കാണും, പിള്ളക്കച്ചു കൊണ്ട് പൊതിഞ്ഞ് പുൽത്തുള്ളി കിടന്ന ശിശുവിനെ നിങ്ങൾ കാണും. അവര് അന്വേഷിച്ച് വന്നു. അവർ വരുമ്പോൾ ശിശുവിനെ കാണുകയാണ്. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവര് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായ രീതിയിൽ. കാരണം ദൂതന്മാർ അവർ പ്രത്യക്ഷപ്പെട്ടു രാത്രിയിൽ. അതിന്റെ അവർ അത്ഭുത സ്തബ്ധരാണ്. അവര് വളരെ വളരെ വൈകാരികമായി അവര് ആവേശം ഓടി നടക്കുകയാണ്. എവിടെയാണ് കുഞ്ഞ്? അവർ കണ്ടുപിടിച്ചു. അവർ വന്നിട്ട് പറയാം, ജോസഫിനോട് പറയും, ഞങ്ങള് ദൂതന്മാർ ഈ രാത്രി അവിടെ വന്നു, സ്വർഗത്തിൽ ദൂതന്മാർ വന്നു. അവരൊന്ന് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ശിശുവിനെ കാണാൻ വന്നതാണ്. എന്തായിരിക്കും ജോസഫിന്റെ അവസ്ഥ അപ്പോൾ? അവൻ ചിന്തിച്ചു, ദൈവമേ ഇവൾ ആരാണ്? അല്ലേ, അവൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവൾ ആരാണ്? അവൻ അറിയില്ലായിരുന്നു അപ്പോഴും. പക്ഷെ അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോഴുണ്ട് ലോകത്തിന്റെ നാനാടുകളിൽ 3 രാജാക്കന്മാർ വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞു ശിശുവിനെ ആരാധിക്കാൻ വന്നിരിക്കുക, ഞങ്ങൾ അവന്റെ നക്ഷത്ര കിടക്ക് ഞങ്ങൾ കണ്ടു, അതുകൊണ്ടാണ് വന്നത്. അപ്പോഴും ജോസഫിന്റെ അവസ്ഥ എന്തായി? He was so excited. അവന് മനസ്സിലായി, ഇവിടെ ഒരു സാധാരണ സ്ത്രീ അല്ല, ഈ ശിശുവിന് ജന്മം കൊടുത്ത ഇവിടെ സാധാരണ സ്ത്രീ അല്ല. അതാണ് വാക്കിന്റെ അർത്ഥം. അവളെ അവൻ അറിഞ്ഞത് അപ്പോഴാണ് അറിയുന്നത്, ഇവൾ ദൈവത്തിൽ നിന്ന് വന്നവളാണ് എന്ന് അറിവ് അപ്പോഴാണ് ജോസഫിന് ലഭിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ നിന്ദ്യമായ രീതിയിലാണ് വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തത് മനുഷ്യരെ. നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, നിന്ദിക്കുവാൻ പിശാച് കൊടുത്ത അവന്റെ പഠനങ്ങൾ അതിലെല്ലാം ബന്ധിക്കുന്നു, അതെല്ലാം ബന്ധിക്കപ്പെട്ട് നിർവീര്യമായി പോകട്ടെ. പരിശുദ്ധ അവൾ പരിശുദ്ധയാണ്. ജോസഫ് നീതിമാനാണ്. നീതിമാന്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ജ്ഞാനം 3:5 വചനമാണ്. നീതിമാന്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ജോസഫിന്റെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് പുറപ്പെട്ടത് ദൈവത്തിന്റെ സ്വഭാവവും ദൈവശക്തിയുമാണ്. നമുക്ക് എഴുന്നേറ്റിരിക്കുക. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. നീതിമാന്റെ ജോസഫിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധിയിലെ പരിശുദ്ധ മറിയത്തെ കാത്തു സൂക്ഷിച്ചു, ശിശുവിനെ കാത്തു സൂക്ഷിച്ചു. ഞങ്ങൾക്ക് രക്ഷനെ നൽകിയ പരിശുദ്ധ അമ്മയും വിശുദ്ധനായ യോസഫിനോട് നിങ്ങൾ നന്ദി പറയുകയാണ്. നീ അമലോർഹ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധി ഞങ്ങളുടെ മേൽ അയക്കണമേ. ആ പരിശുദ്ധിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, രാജ്യത്തെ വിശുദ്ധീകരിക്കണമേ, ഈ ലോകത്തെ വിശുദ്ധീകരിക്കണമേ. സകല ജനതകളിലേക്ക് ആ പരിശുദ്ധി അയക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സൂര്യ തേജസ് പോലെ സകന്യാമൃതം പുറപ്പെടുന്ന പരിശുദ്ധി കൊണ്ട് ഈ ലോകം നിറയട്ടെ, ഈ ലോകം നിറയട്ടെ, മനുഷ്യന് നിറയട്ടെ, മനുഷ്യൻ നിറയട്ടെ. അവർ പശ്ചാത്തപിക്കട്ടെ, മനഃശാന്തരപ്പെടട്ടെ, യേശുവിനെ സ്വീകരിക്കട്ടെ, കർത്താവായി സ്വീകരിക്കട്ടെ. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകമേ ഈ ലോകത്തെ മൂടിയാലും, മൂടൽ മഞ്ഞ് പോലെ ഈ ഭൂമിയെ മൂടിയാലും, മൂടൽ മഞ്ഞായി ജ്ഞാനത്തിന്റെ അഭിഷേകം ലോകത്തിലേക്ക് വരട്ടെ, ലോകത്തിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ ജാതി ജനതകളില്, എല്ലാ ഭാഷകളില്, എല്ലാ വർണ്ണവർഗങ്ങളില്, എല്ലാ ഗോത്രങ്ങളില്, എല്ലാ വംശങ്ങളില് അഭിഷേകം ഇറങ്ങി വരട്ടെ. സമയമായിരിക്കുന്നു. ഇവിടുത്തെ അഭിഷേകത്തെ ലോകത്തിലേക്ക് അയക്കണമേ. ലോകത്തിന് മേൽ വിജയം വരിക്കണമേ. ജ്ഞാനമേ ഉയർന്നു നിൽക്കണമേ. ആകാശം ഉയർന്നു നിൽക്കണമേ. ഭൂമിയെ കൊടുത്ത മഹത്വം നിറയട്ടെ. ജ്ഞാനമേ അവിടുത്തെ ആകാശം ഉയർന്നു നിൽക്കണമേ. ഭൂമിയെ കൊണ്ട് മഹത്വം കൊണ്ട് നിറയട്ടെ. ഭൂമിയെ അവിടുത്തെ ശക്തി കൊണ്ട് നിറയട്ടെ. അവിടുത്തെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാ തെറ്റായ പഠനങ്ങൾ നിർവീര്യമാക്കപ്പെടട്ടെ. ശനിയാമറിയ മഹത്വം വരട്ടെ. അവൾ അമലോത്ഭയാണ്. വിഷ്ണുമറിയ അമലോത്ഭയാണ്. അവൾ കന്യകയാണ്. അവൾ പരിശുദ്ധയാണ്. നിത്യ കന്യകയാണ്. അവൾ ജ്ഞാനമാണ്. ജ്ഞാനമാണ്. മറിയം ഐക്യപ്പെട്ട ജ്ഞാനമാണ്. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ.
ആ ശക്തികളും കീഴടങ്ങട്ടെ. അവൻ മരിയോ, അവൻ മരിയോ, അവൻ മരിയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആരാധന, നന്ദി, സ്തോത്രം അങ്ങേക്കും മഹത്വം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തുതിപ്പോൾ വരട്ടെ. ലോകത്തിന് അതിരുകൾ വരെയും വിശ്വമറിയത്തിന്റെ നാമം മുഖത്തപ്പെടട്ടെ. എതിരാളി കീഴടങ്ങട്ടെ, ശത്രുക്കളെല്ലാം കീഴടങ്ങട്ടെ. വിശ്വമറിയത്തിനെതിരെയുള്ള എല്ലാ പഠനങ്ങളെ ബന്ധിക്കുന്നു. സാത്താൻ കീഴടങ്ങട്ടെ, അവന്റെ അടിമൂലികളെ കീഴടങ്ങട്ടെ. വിശുദ്ധനാമങ്ങളെ ബന്ധി കീഴടങ്ങട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. വിശ്വമറിയത്തിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ, സർവ്വരാലും പുകഴ്ത്തപ്പെടട്ടെ. യേശുവിന്റെ നാമം കഴിഞ്ഞാൽ അധികാരവും ശക്തിയുള്ള നാമമാണ് വിശ്വമറിയത്തിന്റെ നാമമെന്ന് മനുഷ്യൻ അറിയട്ടെ, എതിരാളികൾ അറിയട്ടെ, എതിരാളികൾ ഏറ്റു പറയട്ടെ. നാമത്തെ വിളിച്ച അഭിഷേകം ഇടവരട്ടെ. ശത്രുവിന്റെ എല്ലാ കോട്ടകളും തകരട്ടെ, സാമ്രാജ്യം തകരട്ടെ. അവേ മരിയ, സ്തോത്രം, ഗ്ലോറി, സ്തോത്രം, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ അതിരുകളവരെയും ഈ ശബ്ദം കടന്ന് ചെല്ലട്ടെ, ഈ ശക്തി കടന്ന് ചെല്ലട്ടെ, ഈ അധികാരം കടന്ന് ചെല്ലട്ടെ, ഈ അഭിഷേകം കടന്ന് ചെല്ലട്ടെ. കത്തോലിക്കാ സഭയിലേക്ക് കടന്ന് ചെല്ലട്ടെ, എല്ലാ സഭകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ, എല്ലാ സഭകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. എല്ലാ സഭകളിലേക്ക്, യാക്കോബ ഓർത്തഡോക്സ് സഭകളിലേക്ക്, അർമേനിയ സഭകളിലേക്ക്, CSA പെന്തക്കോസ്ത് സഭകളിലേക്ക്, എന്തെല്ലാം സഭ ലോകത്തിലുണ്ടോ ഇവിടെ എല്ലാം കടന്നു ചെല്ലട്ടെ. യഹോവ സാക്ഷികളിലേക്ക് എല്ലാ സഭകളിലും കടന്നു ചെല്ലട്ടെ. സാത്താൻ കീഴടങ്ങട്ടെ. ഒരു തൊഴുത്തും ഒരു ഇടയനും യേശുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടട്ടെ. ഒരു തൊഴുത്തും ഒരു ഇടയനും അത് സംഭവിക്കട്ടെ. പിശാച് വിഘടിച്ച, പിശാച് ഭിന്നിപ്പിച്ച കർത്താവിന്റെ ശരീരത്തെ ഇതാ ദൈവം കൂട്ടിച്ചേർക്കട്ടെ, വീണ്ടും കൂട്ടിച്ചേർക്കട്ടെ. ഒരു ശരീരമായി മാറട്ടെ, ഒരു സഭയായി മാറട്ടെ. ലോകം കീഴ്പ്പെടുത്തട്ടെ, ശത്രുക്കളെ കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധകന്യാമറിയത്തിലൂടെ ലോകം നവീകരിക്കപ്പെടട്ടെ, സഭകൾ ഒന്നായി തീരട്ടെ. വിശുദ്ധകന്യാമറിയത്തിലൂടെ എല്ലാ സഭകളും ഒന്നായി മാറട്ടെ, ഒരു വിശ്വാസമായി മാറട്ടെ, ഒരു ഐക്യമായി മാറട്ടെ. പിശാച് കീഴടങ്ങട്ടെ, സാത്താൻ വിട്ടുമാറട്ടെ, കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത നാളിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളും മനസ്സ് തകർക്കരുത്, ശാന്തമായി സ്വീകരിക്കണം, കേൾക്കണം. കഴിഞ്ഞ സെപ്റ്റംബർ 7-ാം തീയതി റോമിലെ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിൽ വന്ന ഹോമോസെക്ഷുവൽ സുവർഗഭോഗികളായ ആളുകൾ, അവർ ദേവാലയത്തിൽ അവരെ കുടികളുമായി ആ ദേവാലയം മുഴുവൻ അവർ കൈയടക്കി. അവർക്ക് വേണ്ടി അവിടെ ഒരു ബിഷപ്പ് കുർബാന ചൊല്ലി, 30ഓളം പുരോഹിതന്മാർ അതിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി, അവർക്കെല്ലാം കുർബാന കൊടുത്തു. വാസ്തവത്തിലെ സഭയുടെ വലിയൊരു പരാജയമാണത്. സ്വർഗഭോഗികളെ അംഗീകരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് ചെയ്തൊരു വലിയ തെറ്റിനെ ഇപ്പം വീണ്ടും അത് സഭയിൽ വന്നിരിക്കുകയാണ്. ഇത് തീർച്ചയായും പോപ്പ് ലിയോ 14 അറിവില്ലാതെ സംഭവിക്കില്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത്, ബ്രദർക്ക് പ്രാർത്ഥിച്ചിട്ടില്ലേ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ ആ പോപ്പ് എങ്ങനെയായിരിക്കണമെന്ന് പോപ്പാണ് തീരുമാനിക്കേണ്ടത്. ദൈവം ആദത്തെ സൃഷ്ടിച്ചു, അതേ ആദം തന്നെയാണ് ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തത്. മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. നമ്മുടെ പ്രാർത്ഥന ഒത്തിരി വേണം. അതൊരു പുരോഹിതനേക്ക് അയച്ചതാണ് വീഡിയോ. ഞാനത് അതിൻ്റെ ഫുട്ടേജ് കാണാൻ വേണ്ടി അന്വേഷിച്ച് നടന്നു. എനിക്കതിൻ്റെ ഒറിജിനൽ കിട്ടി. അത് BBC-യും റോമിലുള്ള EWT എന്ന TV ചാനലും ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരോ അയച്ചു കൊടുത്തൊരു വീഡിയോ അച്ഛനെ കിട്ടി അവർ ആ പുരോഹിതനേക്ക് അയച്ചതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് 2 സർപ്പങ്ങളാണ് സഭ വിഴുങ്ങാൻ നിൽക്കുന്നത്. 2 സർപ്പങ്ങൾ. ഒന്ന് ഈ സ്വർഗഭോഗികളുടെ അന്നൊരു സർപ്പം, അത് ഓൾറെഡി സഭയ്ക്കകത്തുണ്ട്. ഇപ്പം അതിങ്ങനെ പോയാൽ സഭയെ വിഴുങ്ങും.
എന്ന് പറഞ്ഞാൽ സഭയെ കീഴ്പ്പെടുത്തും, സഭയെ അംഗീകരിച്ചു കൊടുക്കും. പിന്നെ അവരുടെ കല്യാണങ്ങളൊക്കെ പലയിടത്തും നടക്കുകയാണ്. അവർ വിവാഹം കഴിക്കുന്നു, പള്ളിക്കകത്ത് നടത്തുന്നു, നടത്തി കൊടുക്കുകയാണ്. അങ്ങനെ എന്തൊരു ദുരന്തമാണ്. സഭയെ ഇതിന് വിട്ടുകൊടുക്കാൻ, രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ. സ്വീഡിഷിന് മാത്രമേ പറ്റൂ. അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വ സമൂഹമായിട്ട് നമ്മൾ നിൽക്കണം. നമ്മൾ ലോകത്തെ സ്നേഹിക്കുകയും നമ്മൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിശാച് വളരെ വേഗത്തിൽ വിജയം വരിക്കും. നമ്മുടെ ഇവിടെ യുദ്ധമാണ്. നമ്മൾ സാധാരണ യുദ്ധം ചെയ്യുകയാണ്. നമ്മളിതിൽ പരാജയപ്പെടാൻ പാടില്ല. നമ്മളെ നയിക്കുന്ന പരിശുദ്ധ മറിയുടെ മുമ്പിലുണ്ട്. അവർ തലകറക്കുന്ന ആ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ മറിയത്തിന് വേണ്ടി പരിശുദ്ധ വിളിക്കപ്പെട്ട നമ്മൾ ഉറച്ചു നിൽക്കണം, വിശുദ്ധരായിട്ട് നിൽക്കണം. നിങ്ങളോട് പ്രാവത്തിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഈ അഭിഷേകം സ്വീകരിക്കാൻ നിങ്ങളെ ശുദ്ധീകരിക്കണം. കാരണം ഇവിടെ വരെ നമുക്ക് യോഗ്യതയുണ്ടോ? നമ്മൾ എത്രമാത്രം അശുദ്ധിയിലാണ് വന്നത്? അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ കേട്ട് പരിശുദ്ധ അമ്മയുടെ കാല് നിൽക്കുന്നത് പ്രകാശിക്കുന്ന ചന്ദ്രൻ്റെ മുകളിലാണ്. ഒരു അശുദ്ധിയും പരിശുദ്ധമായി തൊട്ടിട്ടില്ല. നമ്മൾ അനുവദിക്കരുത് ലോകത്തിന് അശുദ്ധി നമ്മളെ തൊടാനായിട്ട്. നമുക്ക് യുദ്ധം ജയിച്ചേ പറ്റൂ. ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തിയേ പറ്റൂ. ഇവിടെ പ്രാർത്ഥന നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ദൈവം വിജയം ഭരിക്കണം. കർത്താവിനെ അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. സങ്കീർത്തനം 111 വചനം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. അതേ വചനം യേശു പറഞ്ഞിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ഇതേ വചനം പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോൾ നിന്റെ വലതുഭാഗത്തിരിക്കുക. അത് ലൂക്കാ സുവിശേഷം 20:43 വചനത്തിലാണ്. അതേ വചനം തന്നെ എബ്രായ ലേഖനം 1:13 പറഞ്ഞിട്ടുണ്ട്. ഒരു വചനം 3 ഭാഗത്ത് വന്നിട്ടുണ്ട്. അതേ വചനം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോൾ നീ എന്നെ വലതുഭാഗത്തിരിക്കുക. കർത്താവിനെ അരുളി ചെയ്തു. പിതാവ് ദൈവം. ദാവീദ് പറയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട്, കർത്താവ് പിതാവ് ദൈവം. എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ യേശുവാണ്. ദാവീദിൻ്റെ കർത്താവ് യേശുവാണ്. പിതാവാ ദൈവം യേശുവിനോട് അരുളി പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കണം. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോളം. അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് പോയി. പിശാചിനെ തകർത്തു, സാത്താനെ തകർത്തു, നരകത്തെ തകർത്തു, മരണത്തെല്ലാം തകർത്ത് യേശു പോയതാ. പിന്നെ എങ്ങനെ ഇനി യേശുവിന് ഇത് പാദപീഠമാകും എന്നൊരു ചോദ്യമുണ്ട് അവിടെ. അതിൻ്റെ ഉത്തരമാണ് ഉൽപ്പത്തി 3:15. സ്ത്രീയായ മറിയത്തിലൂടെ ശത്രുക്കളെല്ലാം യേശുവിന് പാദപീഠമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമേ വഴിയുള്ളൂ. ആ ഉൽപ്പത്തി 3:15 വചനം പറഞ്ഞ വചനം അതാണ്, അവൾ നിന്റെ തല തകർക്കും. അതാണ് നീ സംഭവിക്കേണ്ടത്. ഇവിടെ പക്ഷേ അമ്മയോട് ചേർന്ന് നിൽക്കാൻ വിളിക്കപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ശക്തി പ്രാപിക്കണം. എത്രയോ ആൾക്കാർ ഈ കേരളത്തിൽ ഓടി വേളാങ്കണ്ണിക്ക് പോകുന്നില്ലേ? നല്ലതാണ്. വേളാങ്കണ്ണി മാതാവ് നമ്മുടെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ്, വെളിപ്പെടുത്തലാണ് അവിടുത്തേതും. പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശക്തി ആർജിക്കണം ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിൽ. വസ്തുതയിൽ എന്നോടൊരാൾ പറയാണ്, കൂട്ടമൊരാൾ പറയാണ്, നിങ്ങൾക്ക് ഭയങ്കര യുദ്ധം ചെയ്യുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നവർ? എല്ലാവരും ലോകത്തിലാണ്. ഒരാളെന്നോട് പറഞ്ഞൊരു ഇതാണ്, എല്ലാവരും ലോകത്തിലാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നു. ഇവിടെ പക്ഷേ ദൈവം, പക്ഷെ എൻ്റെ സമയത്ത് എൻ്റെ വിളിയിൽ എനിക്കൊരിച്ച് പുറകോട്ട് പോകാനാവില്ല. ഞാൻ പുറകോട്ട് പോവുകയുമില്ല. എനിക്ക് ജയിപ്പിച്ച് കൊടുത്തേ പറ്റൂ. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ആരെ നോക്കിയിട്ടുള്ള യുദ്ധം ചെയ്യുന്നത്? എന്നൊരു കർത്താവുണ്ട്, എനിക്കിത് പൂർത്തീകരിച്ച് കൊടുത്തേ പറ്റൂ. പക്ഷെ അങ്ങനെയല്ലത്. നമ്മളൊരു കുടുംബം, ഒരു സമൂഹമാണ്. നമ്മുടെ വലിയ സമർപ്പണവും പ്രാർത്ഥനയും ശക്തമായ പ്രാർത്ഥനയും ഉയരണം. ദൈവത്തിൻ്റെ ദാസനെ കൊണ്ട് നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം, വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അതിനുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുക. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കൂട്ടായ്മയിലുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപസിച്ച് കഠിന വേദന സഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വിളിയുണ്ട് അവിടെ. യുദ്ധം ചെയ്യിപ്പിച്ചു കൊടുക്കാൻ, വളരെ വേഗത്തിൽ സംഭവിക്കാൻ. ഒരു വലിയ തകർച്ച വന്നിട്ട് പിന്നെ നമ്മൾ എല്ലാം പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ 2 സർപ്പങ്ങൾ സഭയെ പിടിക്കരുത്, കീഴ്പ്പെടുത്തരുത്. അതിൽ സഭ രക്ഷപ്പെടണം. ഒരു തിന്മയും അവിടെ കയറി 3 നൂറ്റാണ്ടുകളായിട്ട്
ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾക്ക് ഇത്ര മനോഹര ആലയങ്ങളാണ് യൂറോപ്പിലുള്ളത്. ഇതൊക്കെ തകർന്നു കളയാനാണ് അവരുടെ പദ്ധതി. അന്ന് അതിനുവേണ്ടി കർത്താവ് വിട്ടത്, തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് വിട്ടത്. പക്ഷെ പിശാച് ഇന്നും ശക്തി ആർജിച്ച് വരികയാണ്. കാരണം സഭയുടെ പാപം കൊണ്ടാണത്, സഭയിലുള്ള പാപം കൊണ്ടാണ്. സഭയിൽ എത്രയോ ആൾക്കാരാണ് ഈ അമേരിക്കയിലുള്ള ഇംഗ്ലണ്ട് യൂറോപ്പിലുള്ള ആംഗ്ലിക്കൻ ചർച്ച്, അവരുടെ ഒരു ബിഷപ്പായിരിക്കുന്ന ആൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു സ്വർഗ്ഗഭോഗിയാണ്. ഷെക്കിന ആ ന്യൂസ് ചാനലിനെ അത് ടെലികാസ്റ്റ് ചെയ്തു ഒരു പ്രാവശ്യം. അവർ രണ്ട് ബിഷപ്പുമാർ സ്വർഗ്ഗഭോഗികളാണ്, ആ ചർച്ചിൻ്റെ 2 മേധാവികൾ. ഇനി വേറൊരു ദുരന്തം കൂടി വരാൻ പോവുകയാണ്. അതിതാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്പിലെ അനേകം രാജ്യങ്ങളുടെ 10-40 രാജ്യങ്ങളുണ്ട്, ഒരു യൂണിയനുണ്ട്. യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, യൂറോപ്യൻ യൂണിയൻ എല്ലാ രാജ്യങ്ങളും സ്വർഗ്ഗഭോഗത്തെ നിയമസാധു കൊടുത്ത് അംഗീകരിക്കണം. ഇപ്പോൾ ആവശ്യമാണ്. കേട്ടായിരുന്നോ? യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും സ്വർഗ്ഗഭോഗത്തിന് നിയമസാധു കൊടുക്കണം, ഇവരെ അംഗീകരിക്കണം. ഇപ്പോൾ പോളണ്ട് പോലെ രാജ്യങ്ങൾ കത്തോലിക്ക വിശ്വാസം നിൽക്കുന്ന രാജ്യങ്ങളാണ്, അവരൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്, എതിർക്കുന്നവരുണ്ട്, അത് സ്വീകരിക്കാത്തവർ. അവർക്കിപ്പോൾ നിർബന്ധിതരാക്കപ്പെടുകയാണ്. ആ പിശാചുകളെല്ലാം തകർന്നു പോകണം. കൈവിടുത്ത് പിടിക്കാൻ നമുക്ക്. കർത്താവേ, ഞങ്ങളതിനെ തന്നോട്ട് പ്രാർത്ഥിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആ നിയമത്തെ എല്ലാ രാജ്യങ്ങളും ഇത് അംഗീകരിക്കണം എന്നുള്ള നിയമത്തെ ഞങ്ങൾ ബന്ധിച്ച് വിച്ഛേദിക്കുന്നു, റദ്ദ് ചെയ്യുന്നു. തകർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ. അവരുടെ നിയമങ്ങൾ തകർന്നു പോകട്ടെ. അങ്ങനെ ഇടിച്ച് തകർക്കുന്ന സാധാനെ വിട്ടുമാറട്ടെ. യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കന്മാരെ ബന്ധിക്കുന്നു, സ്വർഗ്ഗഭോഗികളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ. യൂറോപ്പ് കർത്താവിലേക്ക് തിരിച്ചു വരട്ടെ, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഈ സ്വർഗ്ഗഭോഗം എന്ന ശാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് യൂറോപ്പ് സ്വതന്ത്രമാകട്ടെ, അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകട്ടെ. തന്നെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന. യേശുവേ, മഹത്വം, ദൈവമേ, നന്ദി, ആരാധന, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. സഭ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന സാത്താനങ്ങൾ ബന്ധിക്കുന്നു. വലുതുപെടുത്തി പിടിക്കാം. സ്വർഗ്ഗഭോഗത്തിൻ്റെ പിശാചിനെ സാത്താനെ ബന്ധിക്കുന്നു. സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുരോഹിതന്മാരെയും മെത്രാന്മാരെയും കർദിനാൾമാരെയും ബന്ധിക്കുന്നു. അവർ ഭരിക്കുന്ന സ്വർഗ്ഗഭോഗത്തിനെ പിശാചുകളെ ബന്ധിക്കുന്നു. സാത്താൻ വിട്ടുമാറ്, കീഴടങ്ങട്ടെ. സകന്യാമരത്തിൽ വിശുദ്ധമായ നാമത്തിന് അധികാരത്തിൽ കൽപ്പിക്കുന്ന സാത്താനെ, അവൾ നിന്റെ തല തകർക്കും. നീ കീഴടങ്ങട്ടെ. നിന്റെ എല്ലാ സ്വാധീനങ്ങൾ സഭ വിട്ടുപോകട്ടെ, മനുഷ്യരെ വിട്ടുമാറട്ടെ, സഭയിലെ പുരോഹിതന്മാരെ വിട്ടുമാറട്ടെ. ഒരു സ്വതന്ത്രരാകട്ടെ. എല്ലാ സ്വർഗ്ഗഭോഗങ്ങളും കീഴടങ്ങട്ടെ. സഭ പിടിക്കാൻ നിൽക്കുന്ന രണ്ടാമത്തെ സാത്താനായ ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകളെ ബന്ധിക്കുന്ന പിശാച്, അവരെ ഭരിക്കുന്ന സാത്താനെ ബന്ധിക്കുന്നു, ജിന്നുകളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ. സഭ തരില്ല പിശാച്, നിനക്ക് തരില്ല. സ്പിരിറ്റ്സ് കൽപ്പിച്ചിരിക്കുന്നു, നിനക്ക് തരില്ല പിശാച്. കീഴടങ്ങ. നിന്റെ തല തകരും, നിന്റെ തലയാൽ തകർക്കും സാത്താനെ. വിട്ടു മാറട്ടെ. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നപ്പാ, നന്ദിയപ്പാ, സ്തോത്രം അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. അവേ മരിയ. കൈകൾ അടിക്കട്ടെ, കൈകൊട്ടിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. എല്ലാം തകരട്ടെ, ശത്രുക്കോട്ട തകരട്ടെ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. എല്ലാവരും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണേ. വലുത് നിർത്തി പിടിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ ദൈവപുത്രന്റെ മാതാവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും പരിശുദ്ധമായ നാമത്തിൽ
സുകന്യാമരത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. അവേ മരിയ.